കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത നിങ്ങൾ കേൾക്കുന്നില്ലേ പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിന് ആൻസർ എഴുതിയോ? നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചോ? ചെയ്തോ സൗമ്യ? ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു? സർ, അതിനുശേഷം വേറെ പ്രോപ്പർട്ടി പറഞ്ഞിട്ടില്ലേ? ഏതായിരുന്നു പറഞ്ഞത്? കേൾക്കുന്നില്ല. ഞാൻ ഇല്ലേനോ ലാസ്റ്റ് ക്ലാസ്സിൽ പീരിയോഡിസിറ്റി ഞാൻ ലാസ്റ്റ് എഴുതിയ. ശരി, ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്തിട്ടുണ്ടാവല്ലോ. എന്താ ആൻസർ കിട്ടിയത്? ദീപ്തി ചെയ്തിട്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച എല്ലാവരും. ആരെങ്കിലും ഒരാൾ ക്വസ്റ്റ്യൻ വായിച്ചത്? ശിശിര ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ക്ലാസ്? ഓക്കെ, ദീപ്തി ഉണ്ടായതല്ലോ അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എന്തായിരുന്നു? കമ്പ്യൂട്ടർ 2D DFT 4x4 grayscale image. അപ്പൊ അതിന്റെ ആൻസർ കിട്ടിയോ? അതിന്റെ എന്തായിരുന്നു ചെയ്തത്? നിങ്ങൾക്ക് U(m) എന്നവർക്ക് ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എന്തായിരുന്നു ആ മെട്രിക്സ്? എന്തായിരുന്നു? 1 1 1 1 എല്ലാം 1 എല്ലാം 1 അല്ല, ഒരു 4x4 മെട്രിക്സ്. ഓക്കെ, and you are asked to find out the 2D DFT of that particular matrix. Okay, അപ്പം ഇത് 4x4 മെട്രിക്സ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ഞാൻ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം സപ്പോസ് വി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസി ഡൊമൈനുള്ള മെട്രിക്സ്. അപ്പം എങ്ങനെ ചെയ്യാം? സപ്പോസ് എഫ് ആണ് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ദെൻ ഹൗ ടു കൺവേർട്ട് ഫ്രം സ്പേഷ്യൽ ഡൊമൈൻ ടു ഫ്രീക്വൻസി ഡൊമൈൻ? എങ്ങനെ ചെയ്യാം പറ? എഫ് യു എഫ് അല്ലേ? എഫ് യു എഫ്. അപ്പൊ എഫ് നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ? എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ് നിങ്ങൾക്ക് അറിയാം. അത് ചെയ്യാത്തവർ ചെയ്യാം കേട്ടോ. എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ് അറിയാം. ഓക്കെ, എന്താ എഫ് എന്ന് പറഞ്ഞ മെട്രിക്സ്? എന്താണ് എഫ് എന്ന് പറഞ്ഞാൽ? DFT മെട്രിക്സ് ആണ്. DFT മെട്രിക്സ് 4x4 DFT മെട്രിക്സ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉള്ള എഫ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. എന്താ പറഞ്ഞ? 1 1 1 minus j minus 1j 1 minus 1 1 minus 1 1j minus 1 minus j. ഓക്കെ, ഇൻടു നിങ്ങളുടെ U(m). U(m) നമ്മൾ മുകളിൽ എഴുതിയ മെട്രിക്സ്. ഇതാണ് U(m) അല്ലേ? Again you have to multiply ഈ എഫ് മെട്രിക്സ്. നമ്മളിപ്പോൾ എഴുതിയ ഇത് എഫ് ആണ് അല്ലേ? ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പൊ എന്നിട്ട് കണ്ടുപിടിക്കാൻ എന്താ ആൻസർ? ചെയ്തിട്ടുണ്ടോ ദീപ്തി? എങ്ങനെ? 4 ആണോ വരുന്നത്? ആദ്യത്തെ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം ആദ്യം ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ആ റിസൾട്ടുമായിട്ട് വീണ്ടും എഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യത്തെ രണ്ട് മെട്രിക്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ആണ് വരുന്നത്? അപ്പൊ അതിനെ ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എഫ് വെച്ചിട്ട് ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 4 4 4 ബാക്കിയെല്ലാം 0 എന്ന് കിട്ടും നിങ്ങൾക്ക്. അഗൈൻ യു ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എഫ്. എഫ് യു എഫ് ഉണ്ട്. അപ്പൊ അത് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് പറയാം എന്താ ആൻസർ കിട്ടിയാണ്.
ഹരിത ചെയ്തോ? കിട്ടിയോ? എന്താ കിട്ടിയ ആൻസർ? ആ പി എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റ് 16 വരും അല്ലേ. ബാക്കി റിമൈനിങ് എലമെന്റ്സ് വിൽ ബി 0. ഇങ്ങനെയാണോ കിട്ടുന്നത് എല്ലാവർക്കും? സൗമ്യ ചെയ്തോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു 2D ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ജനറൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ജനറൽ ഫോർമുല എന്താണ് ഞാനിപ്പോ പറഞ്ഞത്? വി ഇസ് ഈക്വൽ ടു എഫ് യു എഫ്. അതായത് വി എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ചെയ്യുന്ന ഫ്രീക്വൻസി ഡൊമൈനുള്ള മെട്രിക്സ് ആണ് അല്ലെ. ഫ്രീക്വൻസി ഡൊമൈനിൽ ട്രാൻസ്ഫോം ചെയ്ത് കിട്ടി ട്രാൻസ്ഫോംഡ് മെട്രിക്സ് ആണ് വി. ഇനി എഫ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇതിനെ നമ്മൾ കേർണൽ എന്നും കൂടി പറയും കേട്ടോ. ഓക്കെ. അഗൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് യു എന്ന് പറയുന്നത് യു ഓഫ് എം എൻ അല്ലെങ്കിൽ യു ഇങ്ങനെയൊക്കെ എഴുതും അല്ലെ. ഇതെന്താണ്? നമ്മുടെ ഇൻപുട്ട് സ്പേഷ്യൽ ഡൊമൈനുള്ള മെട്രിക്സ് ഇൻടു എഫ് അഗൈൻ കേർണൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇതാണ് നമ്മുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഇൻവേഴ്സ് ചെയ്യണം. ഓക്കെ. ഹൗ ടു കാൽക്കുലേറ്റ് ഇൻവേഴ്സ് 2D DFT. അപ്പം ഇതേ മെട്രിക്സ് എഴുതുക. ഈ മെട്രിക്സ് എഴുതുക. V is equal to ഇങ്ങനെ എഴുതുക. ഇനി കമ്പ്യൂട്ട് 2D IDFT ഓഫ് ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ്. മനസ്സിലായോ? അപ്പോൾ കമ്പ്യൂട്ട് 2D IDFT ഓഫ് V is equal to എന്നിട്ട് ഈ മെട്രിക്സ് എഴുതുക. എന്നിട്ട് ഇതേപോലെ നിങ്ങൾ IDFT കണ്ടുപിടിക്കണം. IDFT കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടേണ്ട? ഈ മെട്രിക്സ് കിട്ടണം. U of M N നമുക്ക് കിട്ടണം. അപ്പം ആ രീതിയിൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ 2D IDFT കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? അപ്പം യു ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. നമ്മുടെ വി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? അതായത് നമ്മുടെ കേർണൽ എഫ് ഇൻറ്റു വി ഇൻറ്റു എഫ് ട്രാൻസ്പോസ്. ഇതിന്റെ പുറത്ത് എന്തുണ്ടാവും? ഒരു 1/n² ഉണ്ടാവും. ഇതാണ് 2D IDFT ഇക്വേഷൻ. 2D IDFT കണ്ടുപിടിക്കാനുള്ള ഫോർമുല. മനസ്സിലായോ പറഞ്ഞത്? ശിശിര മനസ്സിലായോ? അപ്പൊ നിങ്ങളെ ഈ വി എന്താ? വി നമുക്ക് ഇവിടെ തന്ന എന്താ? നിങ്ങളിപ്പോ ചെയ്തത് ഇതാണ്. വി മെട്രിക്സ് ഉണ്ടല്ലോ 1600 എന്ന് പറഞ്ഞ മെട്രിക്സ് എടുത്തെഴുതോ. അതിലും നിങ്ങൾ യു കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഫോർമുല വെച്ച് ചെയ്യാം. ഇവിടെ n എത്രയായിരിക്കും? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n ഹിയർ? n എത്രയാണ്? പറ, n എത്രയാണ്? ഇവിടെ പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങള്? 4. അത് പറയണമെന്ന് ഇത്തിരി സമയം. 4. ഓക്കെ. അപ്പൊ ചെയ്തു. ഈ 1/n² എന്നുള്ളത് അവസാനം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം എഫ് വി ചെയ്യാം, പിന്നെ ഇൻറ്റു എഫ് ട്രാൻസ്പോസ്. എഫ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇവിടെ എഫ് തന്നെയാണ്. ബിക്കോസ് മെട്രിക്സ് ഈസ് സിമെട്രിക്. DFT മെട്രിക്സ് ഈസ് സിമെട്രിക്. അപ്പം എഫ് വി അഗൈൻ ആ മെട്രിക്സ് ചെയ്യാം. അതിനുശേഷം 1/n² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ചെയ്തു നോക്ക്. ഹർഷ മനസ്സിലാകുന്നില്ല? സനീല? അശ്വിത ക്ലിയർ ആണോ? ശരി, ആബ്സെന്റ് ആയിരുന്നു അല്ല? കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായിരുന്നു അശ്വിത? ഇല്ല അന്ന് കറണ്ടിന്റെ ഇഷ്യൂ. ഓക്കെ, ഈ പ്രോബ്ലം നോക്കുക കേട്ടോ. ഫസ്റ്റ് എന്താ നമ്മള് ഈ മെട്രിക്സ് യു ഓഫ് എം എൻ എന്ന് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവരൊന്ന് ശ്രദ്ധിക്കുക. യു ഓഫ് എം എൻ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണിത്.
അപ്പോൾ ഈ മെട്രിക്സിൽ നമ്മൾ സാധാരണ സിഗ്നലിന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് DFT അപ്ലൈ ചെയ്യുന്നത് അതേപോലെ നമ്മൾ DFT അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 4x4 മെട്രിക്സ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 4x4 DFTന്റെ മെട്രിക്സ് അറിയാം നമുക്ക്. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് F ഇൻറ്റു U ഓഫ് MN, നമുക്ക് തന്ന ഇൻപുട്ട് മെട്രിക്സ് ഇൻറ്റു F. അതാണ് നമ്മൾ 2D DFT കണ്ടുപിടിക്കുക. 2D DFT അല്ല, ഏത് 2D ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ ആയത്. അതായത് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു അവർ ഇൻപുട്ട് മെട്രിക്സ് ഇൻറ്റു അഗെയിൻ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് എന്താ നമുക്ക് F അറിയാം, 4x4 ആണ്. ഇനിയിപ്പോ നിങ്ങളോട് ഒരു 5x5 മെട്രിക്സ് ആണ് നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഇതേപോലത്തെ DFT 5x5 മെട്രിക്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ കേണൽ എന്ന് പറയും. അപ്പൊ അത് ചെയ്ത ശേഷം കിട്ടിയ മെട്രിക്സ് ആണ്, മൾട്ടിപ്ലൈറ്റ് കിട്ടിയ മെട്രിക്സ് ആണ് ഈ V എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ IDFT ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടണം? തിരിച്ച് ഇതേ മെട്രിക്സ് തന്നെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമുല, IDFT കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കേസിൽ നമ്മൾ എന്തുണ്ട്? ഇവിടെയും ട്രാൻസ്പോസ് ഉണ്ട്, F U of MN F ട്രാൻസ്പോസ് ഉണ്ട്. ഇവിടെ നമ്മൾ DFTന്റെ കേസിൽ F is equal to F ട്രാൻസ്പോസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? സിമെട്രിക് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് F തന്നെ അവിടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ F തന്നെയാണ്. അപ്പം DFTന്റെ കേസിൽ F U F ആയിരിക്കും ഇക്വേഷൻ വരിക. അല്ലാത്ത ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സുകൾ ഉണ്ട്. അപ്പൊ ആ കേസിൽ നമുക്ക് അതായത് സിമെട്രിക് ആയിരിക്കില്ല അത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് ചെയ്യാം. ഇതെന്താ കിട്ടുന്നു നോക്കാം. U നിങ്ങൾക്ക് 1 ആ വാല്യൂനെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്തോ? ചെയ്തോ സൗമ്യ? അശ്വിത മനസ്സിലായില്ലേ പറഞ്ഞത്? അപർണ ക്ലിയർ ആണോ പറയുന്നത്? പറഞ്ഞോ. F എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയും. ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ DFT ആണ് യൂസ് ചെയ്യുന്നത്. DFT 2D DFT. ഇപ്പൊ 2D DFTക്ക് നമ്മൾ 2D DFT അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു മെട്രിക്സ് വേണം. ആ മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ കേണൽ എന്ന് പറയും, F. ഓക്കെ, അപ്പൊ അതിപ്പം സപ്പോസ് നമ്മളിപ്പം യൂസ് ചെയ്യുന്ന ഇവിടെ നമ്മൾ എടുത്ത ഇമേജ് എന്താണ്? 4x4 ഇമേജ് എടുത്ത അല്ല, 4x4 മെട്രിക്സ് അല്ല നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതാ 4x4 മെട്രിക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്തായിരിക്കണം? 4x4 ആയിരിക്കണം അല്ലെ? 4x4 ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വേണം. അപ്പൊ നമുക്ക് DFTയുടെ 4x4 ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെമ്മിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു 4x4 മെട്രിക്സ് പഠിച്ച ഓർമ്മയില്ലേ? അത് തന്നെയാണ് ആ മെട്രിക്സ് 1 1 1 1 1 - j - 1j. ആ മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയുക. 4x4 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5x5 ആണെങ്കിൽ നിങ്ങൾ അത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ കണ്ടുപിടിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി വേണമെങ്കിൽ. ഓക്കെ, അപ്പൊ ആ F, ആ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നമ്മുടെ ഇൻപുട്ട് മെട്രിക്സ് U of MN ഇൻറ്റു F ട്രാൻസ്പോസ് കേട്ടോ. F ട്രാൻസ്പോസ് ഉണ്ട്. അതാണ് നമ്മുടെ എന്ത് വിയിലേക്ക് മാറ്റാനുള്ള. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ മെട്രിക്സ് വെച്ചിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? X of N and X of K കിട്ടി. അതേപോലെ ഇവിടുന്ന് U എന്ന് പറഞ്ഞ സ്പേഷ്യൽ ഡൊമൈന് നിങ്ങൾക്ക് എന്ത് കിട്ടി? V എന്ന് പറഞ്ഞ ഫ്രീക്വൻസി ഡൊമൈനുള്ള മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി, ഇമേജ് കിട്ടി. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ കേണൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് എന്ന് പറയാം കേട്ടോ. മനസ്സിലായോ അശ്വിത? ഓക്കെ, ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സപ്പോസ് നമുക്കിപ്പം 4x4 അല്ലെങ്കിൽ 3 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ 5x5 ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഇപ്പം 4x4 നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. 5x5 ആണെങ്കിൽ നമുക്ക് അറിയില്ല. യു ഹാവ് ടു കമ്പ്യൂട്ട് ദ 5x5 2D DFT മെട്രിക്സ്, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം X of K നമ്മൾ ആദ്യം 1 ഡയമെൻഷണൽ DFTന്റെ ഇക്വേഷൻ ചെയ്താൽ n is equal to 0 to n minus 1 x of n into e raised to minus j 2 pi nk by n. This is our equation. അല്ല, k is equal to ഇതാണ് k is equal to 0 to n minus 1. ഇതാണ് ഇക്വേഷൻ. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ k 0 ആക്കി.
അപ്പം നമ്മൾ എന്നിട്ട് എക്സ് ഓഫ് എന്നെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുമോ? എക്സ് ഓഫ് 0 പ്ലസ് എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 പ്ലസ് എക്സ് ഓഫ് 3. ഓക്കെ, എന്നിൻ്റെ വാല്യൂ ഞാൻ 4 ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോയിഫിഷ്യൻസ്, ഇതിൻ്റെ ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റ് 1 ആണ് അല്ലേ? 1 ഇവിടെയുള്ള കോയിഫിഷ്യൻറ്റ് 1 ആണ് അല്ലേ? ഇവിടെ 1 ഇവിടെ 1. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ റോ എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതാണിത്. അതാണ് ഈ ആദ്യത്തെ റോ എന്ന് പറയുന്നത് കണ്ടോ. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്താക്കി? കെൻ്റെ വാല്യൂ എന്താക്കി? കെൻ്റെ വാല്യൂ 1 ആക്കി. കെൻ്റെ വാല്യൂ 1 ആക്കിയ സമയത്ത് നമുക്ക് കുറേ എക്സ് ഓഫ് 0 ഇവിടെ എല്ലാം വാല്യൂസ് വരും. എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1 ഇൻറ്റു അല്ലേ, എക്സ് ഓഫ് 2 എക്സ് ഓഫ് 3. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആക്ച്വലി എന്താണ്? ഈ ഇതായിരിക്കും അതിൻ്റെ കോയിഫിഷ്യൻസ് വരും. അതായത് 1 മൈനസ് ജെ മൈനസ് 1 ജെ. ഇവിടെ 1 വരും, ഇവിടെ മൈനസ് ജെ ഇൻറ്റു ഇങ്ങനെ വരും, മൈനസ് ജെ ഇൻറ്റു എക്സ് ഓഫ് 1. ഇവിടെ എന്താ? മൈനസ് 1 ജെ. അപ്പോൾ അതിൻ്റെ കോയിഫിഷ്യൻസ് നമ്മൾ ഇത് അപ്ലൈ പിന്നെ സോറി ഇവിടെ കെൻ്റെ വാല്യൂ 1 നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ മെട്രിക്സ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾ പിന്നെ എന്നെ ഞാൻ 3 ആക്കി, അന്നേരം എന്താ സംഭവിക്കോ? എന്തായിരിക്കും സംഭവിക്കോ? എന്താ സംഭവിക്കോ സൗമ്യ? മെട്രിക്സ് എന്താ വരുമോ? കെ 0 ആവും, എക്സ് ഓഫ് 0 അല്ല ഫസ്റ്റ് വാല്യൂ എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 എന്ന് വരും. ഇതാണ് എക്സ് ഓഫ് 0 ആദ്യത്തെ റോ വരിക. അതേപോലെ നിങ്ങൾ കെ 1 ആക്കിയിട്ട് എന്ത് വരും? അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു 3x3 DFT മെട്രിക്സ് ഫോം ചെയ്യാൻ പറ്റും. വാല്യൂ നമുക്ക് അറിയില്ല, നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഫസ്റ്റ് വാല്യൂ എന്തായാലും ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് റോയും കോളവും ഇങ്ങനെ ആയിരിക്കും. ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇമേജ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള 4x4 ആയതുകൊണ്ടാണ് നമ്മൾ ഈ 4x4 നമുക്ക് അറിയാം നമ്മൾ പഠിച്ചു വെച്ച മെട്രിക്സ് എടുത്തത്. സപ്പോസ് നിങ്ങൾക്ക് 3x3 ആണ് തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കമ്പ്യൂട്ട് ദാറ്റ് 3x3 ടു ഡു DFT ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ അശ്വിത? ശിശിര മനസ്സിലാകുന്നുണ്ടോ? ശിശിര ക്ലിയർ ആണോ പറയുന്നത്? പാർവതി ഓക്കെ, ഇത് കിട്ടിയോ? ഇതിന്റെ ആൻസർ 2D ഇത് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയോ? എന്താ കിട്ടിയത്? ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തപ്പം കിട്ടിയ റിസൾട്ട് എന്തായിരുന്നു? ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു നിങ്ങളുടെ വി ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം 1/n² എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നില്ലേ പറയുന്നത്? ശിശിര എന്താ കിട്ടിയത്? 1/4² 1/16 ഇൻറ്റു ഫസ്റ്റ് ആദ്യത്തെ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ വന്നത്? 16. കംപ്ലീറ്റ് 16 ഉണ്ടാവും അല്ലേ? അങ്ങനെയാണോ കിട്ടിയത്? ഇങ്ങനെ കിട്ടിയിരുന്നോ മൾട്ടിപ്ലൈ ചെയ്തപ്പം? സോറി ഇങ്ങനെയല്ല, സോറി ഫസ്റ്റ് കോളംസ് ഇത് വന്നിട്ടുണ്ടാവും അല്ലേ? എങ്ങനെ വന്ന് ശിശിര? സാറിന്റെ എവിടെയോ തെറ്റി ഇങ്ങനെ വന്നിട്ട്. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇതിൽ എഴുതുന്ന പോലെ സീറോസാ വന്നു. സീറോസ് വരും. സോറി, ഞാൻ എഴുതി തെറ്റിപ്പോയതാ. ഇൻറ്റു അഗെയിൻ ദാറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നിങ്ങൾ എഴുതുക അല്ലേ? ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എന്താ കിട്ടേണ്ടത്? ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ?
സൗമ്യ കിട്ടിയിട്ടുണ്ടോ? അവസാനം എന്താ ഫൈനൽ ആൻസർ എന്താ കിട്ടിയ? സനില കിട്ടിയോ? ഞാൻ പറയുന്നത് കേൾക്കാത്തോണ്ടാണോ അല്ലെങ്കിൽ പ്രശ്നമാണോ? നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണോ? അല്ല മിണ്ടാണ്ട് നിൽക്കുന്നതാണോ നിങ്ങള്? രണ്ടാമത്തെ കിട്ടിയില്ല സർ. ഓക്കെ, ചോദിക്കുമ്പോൾ പിന്നെ മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറയാം കേട്ടോ. ടൈപ്പ് ചെയ്യണ്ട. മൈക്കിന് വേറെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ചോദിക്കുമ്പോൾ മൈക്ക് ഓൺ ചെയ്തിട്ട് തന്നെ ആൻസർ പറയാം. ഓക്കെ, കംപ്ലീറ്റ്. ഹർഷ് മനസ്സിലാവുന്നുണ്ടോ? ഹരിത ചെയ്ത് കഴിഞ്ഞോ? ഹരിത ചെയ്തോ? ഹരിത എന്ത് ചെയ്തെന്നാണോ പറഞ്ഞ? ദീപ്തി കിട്ടിയോ? ആൻസർ കിട്ടിയോ? സർ ഇവിടെ 16 ആണ്. ഇത് കിട്ടിയോ? ഇത്ര വരെ കിട്ടിയോ? ഫസ്റ്റ് രണ്ട് എന്നിട്ട് അതിനുശേഷം ചെയ്യുമ്പോൾ എന്താ കിട്ടിയേ? 1/16 ഇൻറ്റു എന്ത് വന്നു? 1/16 ഇൻറ്റു അല്ല 1/16 അത് ഡിവൈഡ് ചെയ്തൂടെ? എന്നിട്ട് എന്താ കിട്ടിയ? ആൻസർ കിട്ടിയോ? കറക്റ്റ് കിട്ടിയോ? കംപ്ലീറ്റ് കിട്ടിയോ? അത് തിരിച്ചു കിട്ടിയോ? കിട്ടി. ഫുൾ 1 ആ വന്നേ. ഫുള്ള് 1 അല്ലേ? അങ്ങനെയാണോ വന്നത്? ഓക്കെ. അപ്പൊ അതാണ് കിട്ടേണ്ടത് അല്ലേ? നമ്മുടെ ഇൻവേഴ്സ് DFT അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെ കംപ്ലീറ്റ് കിട്ടണം. ഇതിന് നമ്മുടെ DFT 2D DFT അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ മെട്രിക്സ് ആണ് ആദ്യം എഴുതിയത് അല്ലേ? അപ്പൊ അതിന് നമ്മൾ തിരിച്ചു ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? തിരിച്ചു തന്നെ കിട്ടണ്ടേ? നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല? സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ DFT IDFT ചെയ്യുന്ന പോലെ തന്നെ 2 ഡയമെൻഷൻ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. മെട്രിക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഹർഷ കിട്ടിയോ ആൻസർ? ഹിപ്സു അവിടെ ഉണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ആൻസർ കിട്ടിയോ? അശ്വിത കിട്ടിയോ ആൻസർ? മനസ്സിലായോ? സർ മനസ്സിലായി. അപ്പൊ അതാണ് 2D DFT. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് ഒരു 2x2 പിന്നെ മെട്രിക്സ് ആണ് തരുന്നതായിരിക്കും. നിങ്ങൾ U എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻപുട്ട് സ്പേഷ്യൽ ഡൊമൈനിലെ മെട്രിക്സ് 2x2 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇപ്പൊ 1 2 3 4 എന്നിട്ടൊരു മെട്രിക്സ് നിങ്ങൾക്ക് തന്നു. യു ഹാവ് ടു കമ്പ്യൂട്ട് ദാറ്റ് 2D DFT. എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം പറ? എങ്ങനെ ചെയ്യാം സൗമ്യ? അതായത് നമ്മുടെ DFT മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. U എന്ന് പറയുന്നത് അല്ലെ U of M എന്നോ U എന്നോ എന്തെങ്കിലും ഇങ്ങനെ ഇതാണ് 1 2 3 4. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് 2D DFT ഓഫ് ദ എബോവ് ഇമേജ്. എങ്ങനെ ചെയ്യും? 2x2 DFT മെട്രിക്സ് വേണം. അതാണ് V is equal to നമുക്കറിയാം F U F ട്രാൻസ്പോസ് അല്ലെ? അപ്പൊ F കണ്ടുപിടിക്കണം. U നമുക്കറിയാം, ഇതാണ് U അല്ലെ? F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം ഒരു 2x2 DFT മെട്രിക്സ് ആയിരിക്കും. 2x2. ഇപ്പൊ 2x2 മെട്രിക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങളുടെ ഇക്വേഷൻ ഉണ്ട് അല്ലേ, എക്സ് ഓഫ് കെയുടെ ഇക്വേഷൻ എഴുതി കെന്റെ വാല്യൂ 0ഉം കെന്റെ വാല്യൂ 1ഉം കൊടുത്തിട്ടുള്ള വാല്യൂസ് എഴുതിയിട്ട് ആ ഇത് ഉണ്ടാക്കുക, മെട്രിക്സ് ഉണ്ടാക്കുക. ആ കോയിഫിഷ്യൻസ് എടുത്ത് എഴുതിയാൽ എക്സ് ഓഫ് എന്നിന്റെ എക്സ് ഓഫ് 0 എക്സ് ഓഫ് പ്ലസ് എക്സ് ഓഫ് 1 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. അപ്പോൾ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണത് അല്ലേ, അതുപോലെ വാല്യൂ കിട്ടും. ആ വാല്യൂണ് നിങ്ങൾ ഇവിടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2/2 മെട്രിക്സ് ആയി. അപ്പോൾ 2/2 മെട്രിക്സ്, ആ ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ് ഇൻറ്റു യു ഇൻറ്റു ആ ട്രാൻസ്ഫർമേഷൻ മെട്രിക്സിന്റെ ട്രാൻസ്പോസ്. ആ ട്രാൻസ്പോസ് പറഞ്ഞാൽ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അത് ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആ മെട്രിക്സിന്റെ സൈസ് നിങ്ങൾ നോക്കണം. നമുക്കിപ്പോൾ 4/4 നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നമ്മൾ മുമ്പ് പഠിച്ച മെട്രിക്സ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത് കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടി വരും, എന്നിട്ട് വേണം ചെയ്യാൻ. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ അപ്പൊ ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് അടുത്ത ഇതാണ്, ട്രാൻസ്ഫോം ആണ്. ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം കേട്ടോ, ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം. ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം. ഓക്കെ, ഇപ്പോൾ ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ DCT എന്ന് പറയും നമ്മൾ. ഓക്കെ, DCT ആക്ച്വലി DCT നമ്മൾ പഠിക്കാത്തൊരു ട്രാൻസ്ഫോം ആണ്. ജസ്റ്റ് ലൈക്ക് ഇത് നമ്മുടെ DFT പോലെ തന്നെയാണിത്. ഇതിന് 1 ഡയമെൻഷൻ ട്രാൻസ്ഫോം ഉണ്ട്. 1 ഡയമെൻഷൻ ട്രാൻസ്ഫോം നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം DCT നിങ്ങളെ സിലബസിൽ ഉണ്ടായിട്ടില്ല, DFT മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ DCT എന്ന് പറഞ്ഞാൽ ഒരു റിയൽ ട്രാൻസ്ഫോം ആണ്. റിയൽ ട്രാൻസ്ഫോം എന്ന് പറയും. DCT ഇസ് എ റിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ അകത്തുള്ള കോയിഫിഷ്യൻ. നമ്മളിപ്പം DFT മെട്രിക്സ് ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കോംപ്ലക്സ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ, ശരിയല്ല? കോംപ്ലക്സ് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ DCT എന്ന് പറയുന്നത് എന്തായിരിക്കും? കോംപ്ലക്സ് വാല്യൂസ് ഉണ്ടാവില്ല, എപ്പോഴും റിയൽ വാല്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ DCT എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ റിയൽ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ അതിൻ്റെ 1 ഡയമെൻഷണൽ DCTയും അതുപോലെ അതിൻ്റെ 2 ഡയമെൻഷണൽ DCTയും ഞാൻ ഇപ്പം എഴുതാം, നിങ്ങളത് കോപ്പി ചെയ്യാം. ഓക്കെ, 1 ഡയമെൻഷണൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇപ്പം സപ്പോസ് എക്സ് ഓഫ് കെ ആണ്, അല്ല സോറി, നമ്മളിവിടെ വി ഓഫ് കെ ആണ്. എക്സ് ഓഫ് കെ നമ്മൾ മറ്റേതിൽ എഴുതിയോണ്ട് നമ്മളിവിടെ വി ഓഫ് കെ എന്നിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. വി ഓഫ് കെ ഇസ് ദ 1 ഡയമെൻഷൻ ആണ് എഴുതുന്നത്, 1 ഡയമെൻഷണൽ DCT ആണ് എഴുതുന്നത്. ഓക്കെ, DCT ആണ്. അപ്പോൾ വി ഓഫ് കെ ഇസ് ഈക്വൽ ടു എന്താണ്? ആൽഫ ഓഫ് കെ. ആൽഫ ഓഫ് കെ എന്താണെന്ന് പറഞ്ഞുതരാം. ഇൻറ്റു സമ്മേഷൻ n is equal to 0 to n minus 1. Okay, u of n. Okay, ഇവിടെ cos 2n plus 1 into pi into k by 2n. Okay, കെന്റെ വാല്യൂ എന്ത് വരും? 0 to n minus 1. കാണുന്നില്ല ബോർഡിൽ എഴുതിയത്? ഇതിൽ എഴുതിയത് സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ, അപ്പോൾ ഇതിലൊന്നുമില്ല എന്താ വ്യത്യാസം? നമ്മൾ DFTയും DCTയും തമ്മിൽ ഇവിടെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വരുന്നുണ്ട് അല്ലേ, അവിടെ ഒരു സ്കെയിലിംഗ് ഫാക്ടർ വരുന്നുണ്ട്. അതിന് പുറമെ ഇവിടെ എന്താണ്? നമ്മൾ e−j2πnk/n എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ എന്താ നമ്മൾ എഴുതുന്നത്? നിങ്ങൾക്ക് മറ്റേ ഇതുപോലെ തന്നെ എഴുതാം കേട്ടോ. എക്സ് ഓഫ് കെ എന്നും ഇതിനെ വി ഓഫ് കെ നിങ്ങൾക്ക് എക്സ് ഓഫ് കെ എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് എഴുതാം. എക്സ് ഓഫ് കെ എന്ന് പഠിക്കാൻ എളുപ്പത്തിന് എഴുതാം. ഇവിടെ എക്സ് ഓഫ് എൻ എന്നും എഴുതാം, തെറ്റൊന്നുമില്ല. ഓക്കെ, സിഗ്നലിന്റെ കേസിലാണ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ e−j2πnk/n അതിന് പകരം നമ്മൾ ഇവിടെ എഴുതുന്നത് എന്താണ്? cos 2n plus 1 into pi k by 2n. cos 2n plus 1 pi k by 2n ആണ് നമ്മളിവിടെ എഴുതുക. ഓക്കെ, ഇനി ഈ ആൽഫ കെ എന്താണ് നോക്കാം. ആൽഫ കെ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്.
ഈ ആൽഫ ഓഫ് കെക്ക് ആൽഫ ഓഫ് കെ എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു 1/√n 1/√n വെൻ കെ ഈസ് ഈക്വൽ ടു 0. കെ 0 ആവുന്ന കേസിൽ നമ്മൾ 1/√n ആയിരിക്കും ആൽഫ ഓഫ് കെ. പിന്നെ ആൽഫ ഓഫ് കെ എന്ന് പറയുന്നത് √2/n √2/n ആയിരിക്കും. √2/n ആയിരിക്കും എപ്പോഴും കെ 1 to n-1 വരെയുള്ള വാല്യൂസ് കേട്ടോ. കെ 0 ആയിരിക്കുന്ന കേസിൽ നമ്മൾ ആൽഫ ഓഫ് കെന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1/√n ആണ്. കെക്ക് 0ക്ക് ശേഷം 1 to n-1 വരെയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് √2/n ആയിരിക്കും. അതാണ് ആൽഫ ഓഫ് കെ. അപ്പൊ അതാണ് അതിലെ വ്യത്യാസം. ഇക്വേഷൻ അത്രയേ ഉള്ളൂ. cos 2n + 1 πk/2n. അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആൽഫ ഓഫ് കെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്കെയിലിംഗ് ഫാക്ടറും കൂടി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഓക്കെ ഇതിന്റെ തന്നെ ഇൻവേഴ്സ് ഉണ്ട്. ഇൻവേഴ്സ് DCT ഉണ്ട്, IDCT. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം. അപ്പോൾ അതെങ്ങനെയായിരിക്കും വരുമോ? അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ U(n) ഉം V(k) എഴുതി. അപ്പോൾ U(n) ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ. U(n) എന്ന് പറയുന്നത് സമ്മേഷൻ എന്ത് വരും, k ഈസ് ഈക്വൽ ടു 0 to n-1. നമ്മൾ DFT എഴുതുന്ന അതേപോലെ തന്നെ ഇവിടെ ഈ ആൽഫ ഓഫ് കെ ഉള്ളിൽ വരും. ആൽഫ ഓഫ് കെ ഇൻറ്റു വി ഓഫ് കെ, അതേ സംഭവം തന്നെ. cos 2n + 1 πk/2n. ഇത് കംപ്ലീറ്റ് ആംഗിൾ ആണ്. അപ്പം എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതും. ഓക്കെ, അപ്പം n-ന്റെ വാല്യൂ എന്തായിരിക്കും? 0, 1 up to n-1. അപ്പം ആ ആൽഫ ഓഫ് കെന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ സംഭവം അതായത് പുറത്ത് എഴുതിയാലും നമുക്ക് ആൻസർ സിമിലർ ആയിരിക്കും. ടെക്സ്റ്റിൽ അങ്ങനെ എഴുതിയതുകൊണ്ട് ഇവിടെ ആൽഫ ഓഫ് കെ സെയിം തന്നെയാണ് ഇക്വേഷൻ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നും കെയും മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇത് എഴുതിയെടുക്കുവേ. മനസ്സിലായില്ലേ? സൗമ്യ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂ സെയിം തന്നെയാ? സെയിം തന്നെ. ആൽഫ ഓഫ് കെ n-ന്റെ വാല്യൂ 0 ആയിരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, 1/√n വരും. മറ്റേത് √2/n വരും. അതേപോലെ തന്നെ സെയിം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ എഴുതിയ വൺ ഡയമെൻഷണൽ DCT ആണ്. സിമിലർലി വി നീഡ് ടു റൈറ്റ് 2 ഡയമെൻഷണൽ എഴുതാം. 2 ഡയമെൻഷണൽ എങ്ങനെ ആയിരിക്കും എഴുതുമോ? 2 ഡയമെൻഷനിൽ നമ്മൾ എളുപ്പമാണ്. നമ്മൾ എന്താണ് വി ഓഫ് കെ എഴുതിയ ഇവിടെ നമ്മൾ അതിന് പകരം വി ഓഫ് കെ എൽ എന്ന് എഴുതും അല്ലെ. 2 ഡയമെൻഷനിലാണ്, 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. അപ്പം ദിസ് ഈസ് ദ റെപ്രസെന്റേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. അപ്പോൾ എന്ത് വരും, നമുക്ക് എഴുതിയത് ആൽഫ ഓഫ് കെയും മാത്രമായിരുന്നു, ഇവിടെ ആൽഫ ഓഫ് എല്ലും കൂടി വരും. ആൽഫ ഓഫ് കെ ഇൻറ്റു ആൽഫ ഓഫ് എൽ എന്ത് വരും, സമ്മേഷൻ നേരത്തെ പോലെ 2 എണ്ണം വരും. m is equal to 0 to n-1, ഓർമ്മ n is equal to 0 to n-1 u of mn വരും അല്ലെ. ഇതാണ് നമ്മുടെ സ്പേഷ്യൽ ഡൊമൈനിലുള്ള ഇമേജ് അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത്. cos എന്ത് വരും, 2m + 1 πk/2n into cos 2n + 1 πl/2n. ഇതായിരിക്കും ഇക്വേഷൻ. ആൽഫ ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1/√n ആയിരിക്കും എപ്പോഴും കെ 0 ആയിരിക്കുമ്പോൾ.
ആൽഫ ഓഫ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൂട്ട് 2/n ആയിരിക്കും. കെ എന്ന് പറയുന്നത് 0 അല്ലാതിരിക്കുന്ന കേസിൽ അല്ലേ, 1 to n വരെയുള്ള കേസിൽ. കെ പോകുന്നത് എത്ര? ഓക്കെ. ഇനി അതേപോലെ തന്നെ ആൽഫ ഓഫ് എൽ എന്ന് പറയുന്നതും 1/√n ആയിരിക്കും. എപ്പോഴും എൽ എന്ന് പറയുന്നത് 0 ആയിരിക്കുമ്പോൾ ആൽഫ ഓഫ് എൽ എന്ന് പറയുന്നത് എന്താണ്? √2/n ആയിരിക്കും. എൽ നോട്ട് ഈക്വൽ ടു 0. അതായത് എല്ലിന്റെ വാല്യൂ എന്താണ്? 1 to n-1 വരെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും വരിക. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായോ? സൗമ്യ ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ഇനി ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ 2D IDCT അല്ലെ, ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് കൊസൈൻ ട്രാൻസ്ഫോം നിങ്ങൾ എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അത് എഴുതിയിട്ട് വരുമോ? ഇതേപോലെ തന്നെ ഒന്നുമില്ല, നേരെ മാറ്റി എഴുതുക. U(m) കണ്ടുപിടിക്കുന്ന രീതിയിൽ എഴുതുക. പിന്നെ ഇവിടെ നിങ്ങൾ ഒരു 2 കേസിലും കെയും എല്ലും വേരി ചെയ്യുന്നത് അപ് ടു n വരെയാണ് അല്ലെ. നമുക്ക് വേണമെങ്കിൽ ഇത് എമ്മും ക്യാപിറ്റൽ എമ്മും എന്നും ആക്കി എഴുതാൻ തെറ്റില്ല. പക്ഷെ ഇവിടെ എല്ലാം അതിനനുസരിച്ച് നിങ്ങൾ വ്യത്യാസം വരുത്തിയാൽ മതി. ഓക്കെ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും അല്ലെ. അതായത് സൈസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്ന n/n ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യത്യാസപ്പെടുത്തി m/n എടുക്കാം. അപ്പൊ നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇത് എഴുതി എടുക്കുക. ഓക്കെ.